എൻ്റെ സഹോദരങ്ങളെ, സഹോദരിമാരെ, ജീവിതത്തിൻ്റെ ലക്ഷ്യം 3 ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ്. ആ ഉത്തരം നമ്മൾ ശരിയാക്കിയാൽ ജീവിതത്തിൻ്റെ ലക്ഷ്യം നമ്മൾ നിറവേറ്റിയിട്ടുണ്ട്. ആ 3 ചോദ്യങ്ങൾക്കുള്ള ഉത്തരത്തിൽ നമുക്ക് പരാജയം സംഭവിച്ചാൽ നമ്മുടെ ജീവിതം പരാജയത്തിലാണ്. 3 ചോദ്യങ്ങൾ, നിങ്ങൾക്ക് പരിചയമുള്ള 3 ചോദ്യങ്ങളാണ്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ സഹാബിമാരിൽപ്പെട്ട അൻസാരികളിൽപ്പെട്ട ഒരു സഹാബി ഒരിക്കൽ മരിച്ചു. അദ്ദേഹം മരണപ്പെട്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബികളും ഈ അൻസാരിയായ വ്യക്തിയുടെ മയ്യത്ത് ഖബറടക്കുന്നതിന് വേണ്ടി ബഖീഇലേക്ക് പോയി. ഖബർ കുഴിച്ചു കഴിഞ്ഞിട്ടില്ല, ഇപ്പോഴും കുഴിച്ചുകൊണ്ടിരിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഖബറിൻ്റെ അരികിൽ ഒരു കല്ലിനു മുകളിലിരുന്നു. അവിടുത്തെ കയ്യിൽ ഒരു ചെറിയ കമ്പുണ്ടായിരുന്നു. അവിടുന്ന് ആ കമ്പ് കൊണ്ട് ഭൂമിയിൽ മണ്ണിൽ ഇങ്ങനെ കോറിക്കൊണ്ടിരുന്നു. അവിടുന്ന് തല താഴ്ത്തിയിരിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബിമാർ ചുറ്റും, അവരുടെ തലയിൽ ഒരു പക്ഷി ഇരുന്നാൽ അത് പറന്നു പോകാതിരിക്കാൻ എങ്ങനെ അവർ ശ്രദ്ധിക്കുമോ അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ തല ഉയർത്തി. എന്നിട്ട് അവിടുന്ന് പറഞ്ഞു, ഇസ്തഈദു ബില്ലാഹി മിൻ അദാബിൽ ഖബർ. ഖബറിൻ്റെ ശിക്ഷയിൽ നിന്ന് നിങ്ങൾ അള്ളാഹുവിനോട് രക്ഷ ചോദിക്കുക. 3 തവണ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് പറഞ്ഞു. എന്നിട്ട് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞു, ഇദാ വുദിഅ അർറജുലു ഫീ ഖബ്രിഹി, ഒരു മനുഷ്യൻ അവൻ്റെ ഖബറിൽ അവനെ വെച്ച് കഴിഞ്ഞാൽ, യഅതീഹി മലകാൻ, അവൻ്റെ അരികിൽ 2 മലക്കുകൾ വന്നെത്തും. ആ മലക്കുകൾ അവനോട് 3 ചോദ്യങ്ങൾ ചോദിക്കുന്നതാണ്. ആ 3 ചോദ്യങ്ങൾക്ക് നിങ്ങൾ കൃത്യമായി ഉത്തരം പറഞ്ഞാൽ നമ്മൾ വിജയിച്ചു, പരീക്ഷ പാസ്സായി. ജീവിതമാകുന്ന ഈ പരീക്ഷ വിജയിക്കണോ, ഈ 3 ചോദ്യങ്ങൾക്കുള്ള ഉത്തരം ശരിയാക്കുക. അത് മതി. ജീവിതം മുഴുവൻ ശരിയാകാൻ അത് മതി. 3 ചോദ്യങ്ങൾ, അത് ഉത്തരം പറഞ്ഞാൽ അവൻ രക്ഷപ്പെടും. ഹദീസിൽ കാണാം, ആ 3 ചോദ്യങ്ങൾക്ക് അവൻ ഉത്തരം പറഞ്ഞാൽ ഫയുനാദി മുനാദി മിനസ് സമാ, ആകാശത്ത് നിന്ന് ഒരാൾ വിളിച്ചു പറയും, അൻ സദഖ അബ്ദി, എൻ്റെ അടിമ സത്യം പറഞ്ഞിരിക്കുന്നു. ഫഅഫ്രിഷു ലഹു മിനൽ ജന്ന, അവന് സ്വർഗ്ഗത്തിൽ നിന്നുള്ള വിരിപ്പുകൾ വിരിച്ചു കൊടുക്കുക. വഫ്തഹു ലഹു ബാബൻ മിനൽ ജന്ന, സ്വർഗ്ഗത്തിൽ നിന്നുള്ള ഒരു വാതിൽ അവന് തുറന്നു കൊടുക്കുക. ഫയഅതീഹി മിൻ റൗഹിഹാ വ റൈഹാനിഹാ, സ്വർഗ്ഗത്തിൽ നിന്നുള്ള സുഗന്ധം അവൻ്റെ ഖബറിലേക്ക് വന്നുകൊണ്ടേയിരിക്കും ഖിയാമത്ത് നാൾ വരെ. എന്താണ് ഈ 3 ചോദ്യങ്ങൾ? എന്താണ് ഈ 3 ചോദ്യങ്ങൾക്കുള്ള ഉത്തരം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞു, ഒരു മുഅ്മിനിനോട് ഈ 3 ചോദ്യങ്ങൾ ചോദിച്ചാൽ അവൻ അതിന് കൃത്യമായ ഉത്തരം പറയും. എന്നാൽ ഒരു മുനാഫിഖിനോട്, ഒരു കപടവിശ്വാസിയോട് ഈ 3 ചോദ്യങ്ങൾ ചോദിച്ചാൽ അവൻ പറയും, ലാ അദ്രി ലാ അദ്രി സമിഅ്തു الناس يقولون كذا وكذا فقلت كذا وكذا, ജനങ്ങൾ അതും ഇതുമൊക്കെ പറയുന്നത് ഞാൻ കേട്ടിരുന്നു, ഞാനും അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞു എന്നല്ലാതെ അതിനുള്ള ഉത്തരം എന്താണെന്ന് എനിക്കറിയില്ല. നോക്കണം നിങ്ങൾ, മുനാഫിഖ് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ് എന്ന് പുറമേക്ക് പറഞ്ഞ മുനാഫിഖ്, കപടവിശ്വാസി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ മുനാഫിഖുകൾ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിറകിൽ ജമാഅത്തിൽ അവിടുത്തെ ഖുർആൻ പാരായണം കേട്ട് നിസ്കരിച്ചവരാണ്. നമ്മൾ പലർക്കും ലഭിക്കാത്ത ഭാഗ്യമാണ്, അല്ല നമ്മളിൽ ഒരാൾക്കും ലഭിക്കാത്ത ഭാഗ്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിറകിൽ മസ്ജിദുൻ നബവിയിൽ ജമാഅത്തായി നിസ്കരിക്കാൻ, അവിടുത്തെ ഖുർആൻ പാരായണം കേൾക്കാൻ ഭാഗ്യം ലഭിച്ചവർ, അവനോട് ഈ പറഞ്ഞ ചോദ്യം ചോദിച്ചാൽ അവൻ പറയും, സമിഅ്തു الناس يقولون كذا وكذا فقلت كذا وكذا, ആളുകൾ എന്തൊക്കെയോ പറയുന്നത് ഞാൻ കേട്ടു, ഞാനതേപോലത്തെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, അങ്ങനെ പറയും.
എൻ്റെ സഹോദരങ്ങളെ, നമ്മുടെ ദീനിൻ്റെ കാര്യം അങ്ങനെയാണോ? നിങ്ങൾ പരിശോധിക്കണം. നിങ്ങൾ സ്വന്തത്തോട് ചോദിക്കണം. നിങ്ങളുടെ ദീനിൻ്റെ അടിത്തറകളിൽ, അടിസ്ഥാനങ്ങളിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുൻ റസൂലുള്ളാഹ് ഷഹാദത്ത് കലിമയാണ്. എന്താണ് അതിൻ്റെ അർത്ഥം? എന്താണ് അതിൻ്റെ വിശദീകരണം? ഒരു ദിവസമെങ്കിലും നമ്മളത് പഠിക്കുന്നതിന് വേണ്ടി കുറച്ച് സമയം മാറ്റി വെച്ചിട്ടുണ്ടോ? നമ്മൾ സ്വന്തത്തോട് ചോദിക്കണം. ഇവിടെ ഇരിക്കുന്ന പല ആളുകൾ, നമ്മൾ പലരോടും ഇപ്പോൾ നടക്കുന്ന എന്തെങ്കിലും പ്രശ്നങ്ങളെക്കുറിച്ചോ, ലോകത്തെവിടെ നടക്കുന്ന യുദ്ധത്തെക്കുറിച്ചോ, രാഷ്ട്രീയ വിഷയങ്ങളെക്കുറിച്ചോ ചോദിച്ചാൽ നമ്മൾ പലർക്കും 10, 20, 30 മിനിറ്റ് സംസാരിക്കാൻ പറ്റും. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുൻ റസൂലുള്ളാഹ് എന്ന കലിമത്തു ഷഹാദയെക്കുറിച്ച് ചോദിച്ചാൽ, എൻ്റെ സഹോദര, എൻ്റെ സഹോദരി, നിനക്കെന്തു പറയാൻ കഴിയും? എന്താണ് അതിൻ്റെ അർത്ഥം? എന്താണ് അതിൻ്റെ വിശദീകരണം? എന്താണ് അതിൻ്റെ ഉദ്ദേശം? എന്താണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞവൻ ജീവിതത്തിൽ ചെയ്യേണ്ടത്? എന്താണ് മുഹമ്മദുൻ റസൂലുള്ളാഹ് എന്ന് പറഞ്ഞവൻ ജീവിതത്തിൽ ചെയ്യേണ്ടത്? നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? നമ്മൾ മദ്രസയിൽ ഏതോ കാലത്ത് പഠിച്ചിട്ട് ചില ആൾക്കാർ മറന്നുപോയ കാര്യങ്ങളിലൊന്നാണ് ഇസ്ലാം കാര്യം, ഈമാൻ കാര്യം. ഈ അടുത്തൊരിക്കൽ സുഹൃത്ത് പറഞ്ഞു, അവൻ്റെ കോളേജിലേക്ക് കുട്ടികളെ അഡ്മിഷന് വേണ്ടി എടുക്കാൻ നോക്കിയപ്പോൾ കുട്ടികളോട് ഇസ്ലാം കാര്യം, 10ാം ക്ലാസ്സൊക്കെ കഴിഞ്ഞ് കുട്ടികളാണ്, ഇസ്ലാം കാര്യം ചോദിച്ചാൽ ഈമാൻ കാര്യം പറയും, ഈമാൻ കാര്യം ചോദിച്ചാൽ ഇസ്ലാം കാര്യം പറയും. എത്രയോ ആളുകൾ അങ്ങനെയാണ്. ഇസ്ലാം കാര്യം എത്രയാണ്? 6 ആണോ 5 ആണോ? അത് നമ്പർ പറഞ്ഞെന്നാൽ ബാക്കി ഞാൻ പറഞ്ഞുതരാൻ പറയും. ഞാനറിയില്ല. അത് തന്നെ ക്രമത്തിൽ ചോദിച്ചാൽ പലർക്കും അറിയില്ല. ചില അള്ളാഹിലുള്ള വിശ്വാസം, പിന്നെ ഖദർ വിധിയിലുള്ള വിശ്വാസമല്ലേ നമ്മളോട് ചോദിക്കുക. ഇങ്ങനെയാവാൻ പാടുണ്ടോ? നമ്മൾ ഇസ്ലാം കാര്യങ്ങളെക്കുറിച്ച്, ഈമാൻ കാര്യങ്ങളെക്കുറിച്ച്, നമ്മുടെ ദീനിൻ്റെ അടിത്തറയാണത്.